പി ഷൺമുഖമാണ് ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഹിൽ പീപ്പിൾസ് അസോസിയേഷൻ നേതാവും നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറിയുമാണ്. 1992 വാച്ചാത്തിയിൽ കൂട്ടബലാത്സംഗം നടന്നിരുന്നു. ആ സംഭവത്തിന് ശേഷം പി ഷൺമുഖവും ട്രൈബൽ അസോസിയേഷൻ നേതാക്കളും വാച്ചാത്തിയിലെത്തുകയും അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. തമിഴിലാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് തൃശ്ശൂർ ജില്ലക്കാരിയായ C. കബേയാണ്. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ സിത്തേരി കുന്നുകളുടെ താഴ്വരയിലുള്ള ഒരു ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് വാച്ചാത്തി. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ നിന്നും 300 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാച്ചാത്തിയിൽ 650 ആദിവാസികളാണ് ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നത്. അതിൽ 12 പേരൊഴികെ ബാക്കി എല്ലാവരും മലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. 12 പേർ മറ്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും. കൃഷിയും കന്നുകാലി വളർത്തലും വനവിഭവങ്ങൾ ശേഖരിക്കലുമായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം. വരട്ടാറ് എന്ന പേരിലുള്ള ഒരു അരുവിയും ഏതാനും കിണറുകളും മാത്രമായിരുന്നു ജലസേചന ആവശ്യങ്ങൾക്കായി അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഗ്രാമത്തിന്റെ ഒത്ത നടുവിലായി ഒരു പടുകൂറ്റൻ ആൽമരം ഉണ്ടായിരുന്നു. അത് ഗ്രാമവാസികളെല്ലാം അതിന്റെ തണലിൽ ഒതുക്കിയിരുന്നു. അതിനടുത്തായി ഒരു മാരിയമ്മൻ കോവിലും. ഗ്രാമത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം അവിടെ വെച്ചാണ് നടന്നത്. ആ സമയത്ത് ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹരൂർ MLA ആയിരുന്ന നല്ല ശിവം ഒരു ഹൈസ്കൂൾ കൂടി അവിടെ പണിതിട്ടുണ്ട്. 1992 ജൂൺ 20 വാച്ചാത്തി ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു ഇരുണ്ട ദിവസമായിരുന്നു. അന്ന് വാച്ചാത്തിയിലെ ജനങ്ങൾ വീരപ്പനെ സഹായിക്കുന്നുവെന്നും വീരപ്പനെ ഒളിച്ചു താമസിക്കാൻ സഹായിക്കുന്നുവെന്നും വീരപ്പന്റെ ചന്ദന കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു കൂട്ടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാച്ചാത്തിയിലേക്ക് എത്തുകയും വാച്ചാത്തിയിലെ ആദിവാസികളുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും ഉണ്ടായി. അതിൽ ഏതാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് വീരപ്പനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആദിവാസികളെ ആക്രമിച്ചത്. വീരപ്പനെ കുറിച്ച് പുസ്തകത്തിലൊന്നും പ്രതിപാദിക്കുന്നില്ല. 2 വാക്ക് വീരപ്പനെ കുറിച്ച് പറയാം. വീരപ്പൻ കർണാടകയിലെ ഗോപിനാഥം എന്ന സ്ഥലത്തായിരുന്നു ജനിച്ചത്. അവിടെ ഗോപിനാഥം എന്നത് ഒരു കുഗ്രാമമായിരുന്നു. തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശത്തായിരുന്നു ഗോപിനാഥം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് വീരപ്പൻ ജനിച്ചത്. വനപ്രദേശമായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വന്യമൃഗങ്ങളെ വെടിവെക്കാനായി കള്ളത്തോക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വീരപ്പനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തോക്ക് ഉപയോഗിക്കുകയും കാട്ടുപന്നികളെയും മറ്റും വേട്ടയാടുകയും ചെയ്തിരുന്നു. ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടി പോകുന്ന കുരങ്ങന്മാരെ ചാട്ടത്തിനിടയിൽ വീരപ്പൻ ചെറിയ പ്രായത്തിൽ തന്നെ വെടിവെച്ചിടുമായിരുന്നു. അങ്ങനെ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഒരു ദിവസം ഗ്രാമത്തിലെത്തുകയും വീരപ്പൻ ഓടി രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടി പോവുകയും ചെയ്തു. അങ്ങനെ വീരപ്പൻ കൊള്ളസംഘത്തിൽ എത്തുകയാണ്. കൊള്ളക്കാരുടെ ഇടയിൽ എത്തിയ വീരപ്പൻ ചെറുപ്പത്തിലെ നല്ല ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നല്ലോ. അപ്പോൾ കൊള്ളസംഘത്തിലെത്തി ആനകളുടെ മസ്തകം നോക്കി വെടിവെച്ചിരുന്നതിൽ വീരപ്പൻ വളരെ മിടുക്കനായിരുന്നു. അങ്ങനെ കൊള്ളസംഘത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വീരപ്പന് കഴിഞ്ഞു. അങ്ങനെ തനിക്കെതിരെ വരുന്ന എല്ലാവരെയും കൊന്നും മറ്റും വീരപ്പൻ കാട്ടിലെ മുടിചൂടാമനായി മാറുകയാണ്. നിരവധി 200ഓളം മനുഷ്യരെ വീരപ്പൻ തന്റെ തോക്കിനിരയാക്കിയിട്ടുണ്ട്. അതിൽ പകുതിയോളം പേരും പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിൽ ധാരാളം ചന്ദനമരങ്ങൾ വെട്ടി വിദേശത്തേക്ക് അയക്കുകയും 143 കോടിയോളം വില വരുന്ന ചന്ദനമരങ്ങളാണ് വീരപ്പൻ വിദേശത്തേക്ക് അയച്ചത്. 1000ഓളം ആനകളെ കൊന്ന്
14 കോടിയോളം രൂപ വില വരുന്ന ആനക്കൊമ്പുകളും വീരപ്പൻ വിദേശത്തേക്ക് കടത്തിയിരുന്നു. വാച്ചാത്തിയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ വീരപ്പനെ സഹായിച്ചിട്ടൊന്നുമില്ല. എന്നാലും വീരപ്പനെ മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ കാടിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായതുകൊണ്ട് വീരപ്പൻ സഹായിച്ചു എന്ന പേരിലാണ് ഇവർ വാച്ചാത്തിയിലെ ജനങ്ങളെ ആക്രമിക്കുന്നത്. അങ്ങനെ ഗ്രാമവാസികളുമായി ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്ന് ഏതാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റി. ഈ സംഭവം കഴിഞ്ഞതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഗ്രാമവാസികളിൽ പുരുഷന്മാരെല്ലാം പുറത്തു പോകുന്ന സമയം നോക്കി ഫോറസ്റ്റ്, പോലീസ്, റവന്യൂ വിഭാഗത്തിലെ 269ഓളം ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 269ഓളം പേർ വാച്ചാത്തി ഗ്രാമത്തിലെത്തുകയും അവിടെ എല്ലാവരെയും ക്രൂരമായി ആക്രമിക്കുകയും നാടിനെ കുടിലുകളെല്ലാം തല്ലിത്തകർക്കുകയും 18ഓളം വരുന്ന സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഉണ്ടായി. ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 25 ദിവസം കഴിഞ്ഞ് ജൂലൈ 14-ാം തീയതി തമിഴ്നാട് ട്രൈബൽ അസോസിയേഷൻ നേതാക്കളായ പാഷ ജാൻ, കൃഷ്ണമൂർത്തി, അണ്ണാമലൈ, പി ഷൺമുഖം തുടങ്ങിയവർ വാച്ചാത്തിയിലെത്തുകയും വാച്ചാത്തി ഗ്രാമത്തിലേക്ക് എത്തി. വാച്ചാത്തിയെ കണ്ട് പി ഷൺമുഖം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരൊറ്റ ആത്മാവ് പോലും ഇല്ലാത്ത ഒരു പ്രേത ഗ്രാമം എന്നാണ് വാച്ചാത്തിയെ ആ സമയത്ത് കണ്ടപ്പോൾ ഷൺമുഖം പറഞ്ഞിട്ടുള്ളത്. എല്ലാ വീടിൻ്റെയും മേൽക്കൂരകൾ തകർക്കപ്പെട്ടിരുന്നു. ഇവർ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയെങ്കിലും ഒരു വീട്ടിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇവരുടെ ചലനം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷൺമുഖം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നമ്മൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പേടിക്കാതെ വരികയും ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അതിൽ അണ്ണാമല ഉണ്ടായിരുന്നു. അദ്ദേഹം മുൻ MLA ആയിരുന്നു. മുൻ MLA അണ്ണാമലയെ എനിക്ക് മുമ്പ് കണ്ടിട്ടറിയാമെന്നും കാറിൻ്റെ മുന്നിലുണ്ടായിരുന്ന ചുവന്ന കൊടി കാരണം ചുവന്ന കൊടി കണ്ടപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മുന്നോട്ട് വന്നതെന്നും സാല എന്ന സ്ത്രീ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ ഗ്രാമത്തിലെ കുറേ പേരെ അവർ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തുവെന്നും കുറേ പേർ പേടി കാരണം അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു കഴിയുകയാണെന്നും പറഞ്ഞു. കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു 49 പേർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നതിൽ ഒരു 49 പേർ ഗ്രാമത്തിലേക്ക് എത്തി. അപ്പോൾ അവരെല്ലാം കൂട്ടി ആൽത്തറയുടെ ചുവട്ടിൽ യോഗം ചേർന്നു. അവർ പറഞ്ഞ സംഭവം കേട്ട് ഇവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി. അത്രയ്ക്കും ക്രൂരമായ സംഭവമാണ് വാച്ചാത്തിയിൽ ഉദ്യോഗസ്ഥർ അന്ന് ചെയ്തത്. കിണറുകളിലെല്ലാം മണ്ണെണ്ണ ഒഴിക്കുകയും ആടുകളെ മറ്റും കൊന്ന് അതിൻ്റെ തോലുകളും ആടിൻ്റെ കുടൽമാലകളും കിണറിലേക്കിട്ട് വെള്ളം മലിനമാക്കിയിരുന്നു. എല്ലാ വീട്ടിലെയും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. വീടിൻ്റെ മേൽക്കൂരകളെല്ലാം തകർക്കുകയും സർക്കാർ നൽകിയ മോട്ടോർ പൈപ്പുകൾ വെള്ളത്തിലെറിയുകയും കന്നുകാലികളെയെല്ലാം അടുത്തുള്ള ചാരായ ഷോപ്പിൽ കൊണ്ട് വിൽക്കുകയും മറ്റും അവർ ചെയ്യാത്ത, ഗ്രാമത്തിൽ അവർ നടത്താത്ത ക്രൂരത ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് 13-നും 19-നും ഇടയിൽ പ്രായമുള്ള 18 സ്ത്രീകളെ പിടിച്ച് ലോറിയിൽ ചന്ദനമരം കയറ്റാനെന്ന് പറഞ്ഞ് അടുത്തുള്ള തടാകക്കരയിലേക്ക് കൊണ്ടുപോവുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുണ്ടായി. ഇതിൽ ബലാത്സംഗത്തിനിരയായ ജയ എന്ന സ്ത്രീ കോടതിയിൽ പറഞ്ഞ മൊഴി പ്രകാരമാണ്. അവർ പ്രകാരമാണ് പറഞ്ഞത്: എനിക്ക് ആ സമയത്ത് 17 വയസ്സായിരുന്നു പ്രായം. ഞാൻ പണിക്ക് പോയി വന്ന് അടുക്കളയിൽ അത്താഴം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് 3 പേർ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറി വരികയും അവരുടെ മുടിയിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും വേശ്യയെന്നും ദേവിടിച്ചെന്നും കുത്തുവാക്കുകൾ വിളിച്ചുകൊണ്ട് മുടിയിൽ പിടിച്ച് വലിച്ച് അരയാലിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോഴേക്കും ഗ്രാമത്തിലെ പകുതിയോളം പേരെയും അത്തരത്തിൽ അവിടെ കൊണ്ടുവന്നതായി അവർക്ക് മനസ്സിലായി. അവിടെ നിന്നും 18 സ്ത്രീകളെ ഒരു ലോറിയിൽ കയറ്റി
തടാകക്കരയിലേക്ക് കൊണ്ടുപോയി. തടാകക്കരയിൽ ഇവരെല്ലാം ഇറക്കി. അപ്പോൾ ജയ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പിടിച്ചു വലിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിനടുത്ത് തന്നെ ഒരു തേളുണ്ടായിരുന്നു. തേളിനെ ജയയുടെ അടിവസ്ത്രത്തിലിടാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയ വീണ്ടും ഓടാൻ ശ്രമിക്കുകയും ഉദ്യോഗസ്ഥരിൽ ഒരാൾ പിടിച്ചു വലിച്ച് ചവിട്ടി താഴെയിടുകയും അവരെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. മറ്റു സ്ത്രീകളെ 18 പേരിൽ മറ്റെല്ലാവരെയും ഇതുപോലെ ഓരോരുത്തരായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ലോറിയിൽ ചന്ദനമരങ്ങളെല്ലാം കയറ്റി കൊണ്ടുപോവുകയും മറ്റൊരു ലോറിയിൽ ഈ സ്ത്രീകളെ ലോറിയിൽ കയറ്റി ഹരൂരിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.